ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ 7th മോഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഐ വോണ്ട് യു ഗൈസ് ടു അണ്ടർസ്റ്റാൻഡ് എ മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എന്താണ് ഒരു മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്? മാർക്കറ്റിൽ നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കാൻ കഴിവുള്ളവർ, നമ്മളെക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാർ, നമ്മളെക്കാൾ കൂടുതൽ ട്രേഡിംഗ് മനസ്സിലാക്കി പഠിച്ച് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ടെക്നോളജി എന്താണോ ആ ടെക്നോളജി ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യുന്നവർ, അപ്പോൾ ഇവരൊക്കെയാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ടാണ് ദ റിമൈനിങ് 95% ഓഫ് ദ പീപ്പിൾ ആർ മേക്കിംഗ് ലോസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മേക്കിംഗ് മണി, റൈറ്റ്? ഈ 95% ആൾക്കാരുടെയും പൈസ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ദ ബിഗ് മാർക്കറ്റ് പ്ലേയേഴ്സ് ആർ മേക്കിംഗ് മണി. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നുണ്ടാവുക? ചെറിയ ചെറിയ എല്ലും കഷ്ണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ആ എല്ലും കഷ്ണത്തിനെ ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ വലിയ വലിയ ട്രാപ്പുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഡോണ്ട് ഫീൽ ബാഡ് ഞാനിത് പറയുന്ന സമയത്ത്, എക്സ്ക്യൂസ് മീ ഫോർ മൈ ലാംഗ്വേജ്. പക്ഷേ ഈ എല്ലും കഷ്ണങ്ങളുടെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മിസ്സാവുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ബിഗ് ട്രേഡേഴ്സ് ഓൾവേസ് ലുക്ക് ഫോർ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിത്താണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്കിനെ മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എത്ര തവണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലേ. ഞാൻ ഇവിടെ നിന്ന് ബൈ വിചാരിച്ചു, ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, പക്ഷെ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻട്രി ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, മാർക്കറ്റ് വീണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, റിവേഴ്സലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിനകത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ട് ഉണ്ട്. മാർക്കറ്റ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന 2 വിഷയങ്ങളാണ്. നിങ്ങളൊരു ട്രേഡും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ട്രേഡിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക. നിങ്ങളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിലോ ആ ട്രേഡിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ബിഗ് പ്ലേയേഴ്സ് ചെയ്യുന്നത് ബൈ ദെയർ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. കാരണം ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് എനിക്ക് തരാനുള്ളത്, ഓൺ എ ഡെയിലി ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഫോളാണ്. ലുക്ക് അറ്റ് ദിസ്. ഈ ഒരു ഫോൾ വി വേർ എക്സ്പെക്റ്റിംഗ് ദിസ് ഫോൾ അല്ലേ. ലൈവ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോൾ ഓൺ ജാനുവരി 15th കഴിഞ്ഞ ഡേയിൽ, അതായത് 7th ഡിസംബർ തൊട്ട് 28th ഡിസംബർ വരെയുള്ള ഈ ഒരു സോൺ ഐഡൻറ്റിഫൈ ചെയ്ത് എവ്രി സിംഗിൾ ഡേ ഫ്രം ജാനുവരി 1st വീക്ക് തൊട്ട് 16th വരെ ഏത് ദിവസം നിങ്ങൾ ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്ര വലിയൊരു ഫോൾ ഉണ്ട്, ഇത്ര വലിയൊരു ഫോൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞുകൊണ്ടേയിരുന്നൊരു സമയമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് എങ്ങനെയാണ് ട്രാപ്പ് ചെയ്തിട്ടുള്ളത് നോക്കിയേ. അവസാനത്തെ നിമിഷം വരെ അപ്സൈഡാണ് പോകുന്നത് എന്നുള്ളൊരു മെസ്സേജ്. ഇഫ് ഐ ഗോ ബാക്ക് ടു 15 മിനിറ്റ്സ്, ഈ ഒരു സോണിനെ മാർക്കറ്റ് എത്ര ഭംഗിയായിട്ട് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. റൈറ്റ്, ഒരു അപ്പ് സൈഡ് റാലി കൊടുത്തു, ഒരു ഡൗൺ സൈഡ് റാലി കൊടുത്തു, വീണ്ടും ലോവർ സൈഡിൽ തന്നെ കീപ്പ് ചെയ്ത് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് ഈ ഒരു കംപ്രഷൻ എക്സ്പ്ലോഡ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെല്ലാം സപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഒരു ദിവസം മാർക്കറ്റ് ഇവിടെ ഓപ്പണിങ്ങിൽ ഹൈയിൽ നിർത്തിയല്ലേ. ആൻഡ് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തത് this is what opened or this is what happened, right? ഈ ദിവസം എല്ലാ പൊസിഷനും മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഓട്ടോമാറ്റിക്കലി പുട്ട് സൈഡിൽ ക്യാപ്ചർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതേ ഒരു സിനാരിയോ ഇനി അടുത്ത തവണ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു എല്ലും കഷ്ണത്തിൽ പോയി പെടാതെ മാർക്കറ്റ് ഈ കൊടുത്തിട്ടുള്ള മെസ്സേജ് വളരെ ഭംഗിയായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ലെറ്റ്സ് മേക്ക് ഷുവർ ഈ പറയുന്ന ട്രാപ്പിൽ സോൺസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ആ എക്സ്പ്ലോഷൻ്റെ കൺഫർമേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എന്നിട്ട് ഒരു ട്രേഡിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ട്രിപ്പ്. നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പല സമയത്തും ചെറിയ ചെറിയ ട്രേഡുകളിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.